കൊലക്കേസിൽ പരോളിലിറങ്ങിയ മുൻ NSD കമാൻഡോയെ വെടിവെച്ചു കൊന്നു. പട്ടാപ്പകൽ തുരുതുരെ വെടിവെച്ച് കൊന്നത് ആദ്യ കൊലപാതകത്തിൽ മരിച്ചയാളുടെ മകൻ. ഹരിയാനയിലെ ഗുരുഗ്രാം മനേസർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കസൻ എന്ന ഗ്രാമം. അവിടെയാണ് ഇന്ന് രാവിലെ പരോളിൽ പുറത്തിറങ്ങിയ മുൻ NSG കമാൻഡോ സുന്ദർ ഫൗജി എന്ന 55-കാരൻ വെടിയേറ്റ് മരിക്കുന്നത്. രാവിലെ അദ്ദേഹം ചായ കുടിക്കാനൊക്കെയായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അരും കൊല. പ്രതികാര കൊലപാതകമാണെന്നാണ്, റിവെഞ്ച് കില്ലിംഗ് എന്നാണ് പോലീസ് പറയുന്നത്. 2018 ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ റിവെഞ്ച്, പ്രതികാരം. അന്ന് ആ ഗ്രാമത്തിലെ സർപഞ്ചായിരുന്ന ബഹാദൂർ ചൗഹാൻ, ആ ബഹാദൂർ ചൗഹാൻ കൊല്ലപ്പെട്ട വർഷമാണ് 2018. ആ ഏപ്രിൽ മാസത്തിലാണ് ആ കൊലപാതകം നടക്കുന്നത്. ആ ബഹാദൂർ ചൗഹാന്റെ മകൻ രോഹൻ ചൗഹാനാണ് ഇന്ന് ഈ സുന്ദർ ഫൗജിയെ വെടിവെച്ച് വീഴ്ത്തിയത്. ഏകദേശം 5 റൗണ്ട് വെടിവെപ്പ് നടന്നുവെന്നാണ് പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികൾ പറയുന്നത്. ആയുധങ്ങൾ വീശി സംഭവ സ്ഥലത്ത് നിന്ന് ആ കൊലയ്ക്ക് ശേഷം അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കണ്ടുനിന്നവർ പറയുന്നു. ഒപ്പം പോലീസ് मौके पे अभी जो व्यक्ति था जिसको गोली लगी है उसका नाम सुंदर फौजी है, 55 साल इसकी उम्र है। और इनकी पहले सुंदर फौजी और बहादुर जो कि इसी गांव का है, इनकी पहले रंजिश है। और सुंदर फौजी अभी जेल के अंदर था और वो सजा काट रहा था, अभी पैरोल पे आया था 29/3/26 को। जो बहादुर जो है, बहादुर का मर्डर हुआ था, उसके लड़के रोहन ने अभी जो नाम सामने आया है इनके द्वारा जो बताया जा रहा है, अभी इनकी स्टेटमेंट होनी बाकी है। वो उसके साथ में जो भी इसका सहयोगी होगा उसके खिलाफ जो है FIR करके आगामी कार्रवाई करेंगे। अभी सीन ऑफ क्राइम मौके पे हम अपनी इंक्वायरी कर रहे हैं। ഈ ബഹാദൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു സുന്ദർ ഫൗജി. കഴിഞ്ഞ മാർച്ച് 29-ാം തീയതിയാണ് പരോളിൽ പുറത്തിറങ്ങുന്നത്. രാവിലെ, അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 8:00 കൂടിയാണ് ഈ രോഹനും സഹായിയും ചേർന്ന് ഒരു കവലയാണ്, ആ കവലയ്ക്ക് സമീപം ഫൗജിയെ തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുന്നതെന്ന് അവന്റെ ഭാര്യ പറയും. वो एक स्कूटी थी और बाकी अलग अलग चीजों पे मैंने ध्यान नहीं दिया क्योंकि मैं अपने पति को बुलाने गई थी। उनको आंखों का ऑपरेशन कराना था, तो मैं कल रेफरल लेटर भी लेके आई उनके लिए। और वो मुझे नहीं पता था रोड चलता हुआ था कितने सदस्य थे, पर हाँ उनको पकड़ा गया और उनको मारा गया। പോലീസ് സ്ഥലത്തെത്തി ഫൗജി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്പോട്ടിൽ തന്നെ ആ മരണം നടന്നിരുന്നു എന്നാണ് ആ മരിച്ച ഫൗജിയുടെ സഹോദരൻ ഉൾപ്പെടെ പറയുന്നത്. ഏപ്രിൽ 20-ാം തീയതി അയാളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പരോളിന് അപേക്ഷിച്ച് ഈ സുന്ദർ ഫൗജി പുറത്തിറങ്ങിയത്. भादर के लड़का आया और एक घोड़ा का लड़का आया जो कि एक रिवॉल्वर ले रखी थी। पहले तो पीछे से वार किया, फिर वो नीचे गिर गए चबूतरे से नीचे गिरने के बाद में भी उसने 5-6 गोलियां उसमें फिर भी मारी है सर में, जिससे कि ऑन द स्पॉट खत्म हो गया। പിതാവിനെ കൊന്നതിലുള്ള പ്രതികാരം, അതാണ് ഈ അരുംകൊലയ്ക്ക് കാരണം. മനേസർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം തെളിവുകളും ശേഖരിച്ചു. ഈ ആക്രമണം നടത്തിയ ശേഷം അവിടെ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ച്, വലിയൊരു ആശങ്ക സൃഷ്ടിച്ച്, ആയുധം വീശി തോക്ക് കാണിച്ചാണ് ഈ പ്രതികൾ ഓടി രക്ഷപ്പെട്ടത്. നടലും പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.